റേഷൻ കടയിലെ അരി കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് റേഷൻ കടയിലെ പുഴുങ്ങലരി നാഴി ഇതുപോലെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തരിയോട് കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒട്ടും കൂടി പോവാതെ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. കാര്യമായിട്ട് നമുക്ക് ചപ്പാത്തി മാവ് പോലെയൊക്കെ കുഴച്ചെടുക്കാനുള്ളതാണ്. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഈ തേങ്ങയും അതുപോലെ തന്നെ എടുത്തു വെച്ച ചെറിയ ഉള്ളി അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ ഈ മാവിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി, തേങ്ങ, വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. നമ്മൾ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കണ അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിലാണ് നമ്മളത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി മതിയായിരുന്നു കേട്ടോ ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വലിയ ബോൾസ് ആക്കിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് വിരൽ വെച്ചൊന്നല്ല നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ എണ്ണയൊക്കെ കൊണ്ടുവന്ന കവർ ഉണ്ടാവില്ല, അതിൽ വെച്ചിട്ട് നമ്മൾ ഈ കയ്യിൻ്റെ ഈ ഭാഗം കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടും. അതിനുശേഷം നമ്മളൊരു ഇരുമ്പ് ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഒഴിച്ചെടുക്കുന്നത്. ഓയിൽ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ ഈ പത്തിൽ കഴിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നല്ല പഫി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ പൂരിൻ്റെ ഒക്കെ പോലെ നമ്മൾ ഈസ്റ്റോ അപ്പസോഡോ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ പത്തിലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതോടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ മുഴുവനായിട്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ടോട്ടലി 8 നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇതുപോലെ ക്രിസ്പി ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ റേഷൻ കടയിലെ പുഴുങ്ങലരി കിട്ടുമ്പോൾ ഇനി തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോവല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.